ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എന്തെന്നറിയില്ല ഭയങ്കര വിശപ്പോട് കൂടിയിട്ടോ എണീറ്റ് തന്നെ. സാധാരണ അത്ര ഉണ്ടാകാറില്ല. വേറെ ഒന്നല്ല, തലേദിവസം ഞാൻ കുറച്ച് ചോറുണ്ടിട്ടാണ് കിടന്നത്. അത് കാരണം തോന്നുന്നുണ്ട് രാവിലെ എണീറ്റപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ നോക്കിയപ്പോൾ തലേദിവസം ചായക്ക് വൈകിട്ട് 4 മണിക്ക് ഉണ്ടാക്കി വെച്ച ചായയുടെ അട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വേഗം ആവി കയറ്റിയിട്ട് കാപ്പി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വീഡിയോസ് മാത്രമായിട്ടോ ഞാൻ എടുത്തിരുന്നത്. ഇപ്പം വേറെ ഒന്നുമല്ല, ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണിന്. ഇപ്പം പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പും റവയും പിന്നെ കുറച്ച് നാളികേരവും ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടിട്ട് കുഴച്ച് അട ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ എന്നിട്ട് ചായ കൂട്ടി കഴിക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അരിയൊക്കെ വേവായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഇന്ന് മുതിര കൂട്ടാൻ വയ്ക്കാനായിട്ട് കുക്കറിലിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേഗം കൂട്ടാൻ വെച്ചിട്ട് പിള്ളേർക്ക് പോകാൻ റെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മുതിരക്കറിയൊക്കെ വെച്ച് ഉപ്പേരിയാട്ട വെച്ചത് കുത്തുമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് ചാറെടുക്കന്. അപ്പോൾ അങ്ങനെ കൂട്ടാനൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവരും പോയി ഇത്തിരി പപ്പടം കൂടി വറുത്തിട്ടോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ പിന്നെ ഉച്ചയിലേക്ക് പപ്പടം മുതിരക്കറിയാണ് കേട്ടോ കൊണ്ടുപോയത് പിള്ളേർ സ്കൂളിലേക്കൊക്കെ. അപ്പോൾ ഞാൻ കുറേശ്ശെ വീഡിയോ കണ്ടിട്ട് എടുത്തതെന്ന്. അത് കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഫോണൊക്കെ ചാർജ് ആക്കിയിട്ട് പിന്നെ ഞാൻ വീഡിയോസ് പിടിച്ചു തുടങ്ങി. അങ്ങനെ എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയി. പിന്നെ എന്താ പണി നമുക്ക് ഇതന്നെയല്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട്. പിന്നെ വേഗം അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയി വിട്ട് അത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ തോരിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ അതേടുത്ത് രാവിലെ മീൻ പോയിൻ്റായിരുന്നു കേട്ടോ. ഒരു 9 മണിക്കായപ്പോൾ മീൻ പോയിൻ്റായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉച്ചക്കിലേക്ക് എന്തെങ്കിലും മുതിര കുത്തകിയില്ല, എല്ലാവരും കൊണ്ടുപോയി മുതിര. പിന്നെ തലേദിവസം രാത്രി 10 മണി നേരത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എൻ്റെ വലിയ മഴയോടൊന്നും ഇല്ല, നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും മഴയൊക്കെ ഒന്നും ഉണ്ടാവില്ല സാധാരണ. അപ്പം അങ്ങനെ തുണികളൊക്കെ തോരിട്ട് കഴിഞ്ഞിട്ട് ഇനി മീൻ നന്നാക്കണം, കറി വയ്ക്കണം. അപ്പോൾ അതേ ഞാൻ വന്നപ്പോൾ മീൻ എന്നെ നോക്കിയിരിക്കട്ടാ. ഞാൻ വന്നിട്ട് വേണം അവർക്ക് ഇത് കിട്ടാനായിട്ട് മീനിൻ്റെ. അപ്പോൾ ഇന്ന് കിട്ടിയേക്കണ മീനെന്ന് പറയാനായിട്ട് അയിലയുടെ പോലത്തെ മീൻ. അതെന്ത് മീനാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അയിലക്കണാനാണോ ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. വാലും മുള്ളൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇനിയിപ്പോൾ മീൻ നന്നാക്കണം. അപ്പോൾ ഇത് സാധാരണ ഞാൻ നാളേരം പച്ച അരച്ചിട്ടാണ് കറി വയ്ക്കുക സാധാരണ പോലെ. അപ്പോൾ ഇന്നെന്ത് നാളേരം ഒന്ന് ചൂടാക്കിയിട്ട് മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ അയിലയുടെ ഡൂപ്പ്. അപ്പം അങ്ങനെ ഇനി മീൻ നന്നാക്കുന്നില്ല, നാളേരം ചെരുകണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആദ്യം ഞാൻ നാളേരം ചെരുകിയിട്ട് അരച്ച് വെച്ചതിന് ശേഷമാണ് മീൻ നന്നാക്കിയത്. അപ്പോൾ നാളേരം ചെരുകിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ നാളേരമൊക്കെ ചെരുകി കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. നാളേരം വറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിലേക്ക് വറുക്കണം അത്രയ്ക്ക് മൂപ്പല്ല കേട്ടോ. പകുതി മൂപ്പ് നമ്മുടെ നാളികേരത്തിൻ്റെ അതിലത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിപ്പോണം അത്ര തന്നെ കേട്ടോ. അല്ലാണ്ട് നമ്മുടെ സാമ്പാറിന് വറുക്കണ പോലെ വറുത്തെടുക്കണില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ കേട്ടോ. അതെ ഇത്രയ്ക്കേ ഉള്ളൂ എൻ്റെ വറവ് എന്ന് പറയാനായിട്ട് കേട്ടോ. അല്ലാണ്ട് നാളേരം നല്ല ചുമക്കനായിട്ട് വറുക്കാനല്ല. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വയ്ക്കാറ് സാധാരണ. അല്ല എപ്പോഴും ഓരോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒരു വ്യത്യാസം വേണ്ട. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ കുറച്ച് നാളേരമായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ നാളേരമൊക്കെ അത്യാവശ്യം ചൂടായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മീൻ നന്നാക്കണം. പിന്നെ ഇടയ്ക്ക് കറണ്ട് പോകേണ്ട എന്താണോ ഇവിടെ ഇടയ്ക്ക് KSEBയുടെ പണി നടക്കുന്നുണ്ട് റൂട്ടിൽ, പോസ്റ്റ് മാറ്റിക്കലും പിന്നെ അങ്ങനെ കുറേ ഇത് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ മീൻ നന്നാക്കി എടുത്തിട്ട് വേണം കറി അടുപ്പത്തേക്കാനായിട്ട്. അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ വേഗം നാളേരം അരച്ചു കൊടുത്തു, മിക്സിയിലോട്ട് അരയ്ക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വറുക്കാനും കറി വയ്ക്കാനുള്ള മീൻ മുറിച്ചു കേട്ടോ. ഇതിപ്പോൾ വറുക്കാനും എടുത്തിട്ടുണ്ട്, കറി വയ്ക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ ഇനി നാളേരം അരച്ച് അടുപ്പത്തേക്ക് വയ്ക്കട്ടെ കേട്ടോ.
പിന്നെ മീൻ കറിയിലേക്കുള്ള ഉള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചെടുത്ത് പിന്നെ വേപ്പിലയും ഇട്ടിട്ട് വേപ്പിലിട്ടിട്ട് കറി അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. പിന്നെ മീൻ വറുക്കാനുള്ളത് കൊണ്ട് പുരട്ടി വെച്ചിട്ടാണ്. എന്നിട്ട് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മീനൊക്കെ ഇത് വറുക്കാനായിട്ട് പുരട്ടി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ചു കേട്ടോ. തിളച്ച് മീനൊക്കെ വെന്തുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൽ ഉപ്പും മുളകൊക്കെ ഒന്ന് പാകത്തിനൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ കുടപ്പുളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു പുളി ഞാൻ മാറ്റിയിട്ടാണ്, വേറെ നല്ല ഇത്തിരി പുളി കൂടിയ പോലെ തോന്നി. അപ്പം ഞാൻ കുടപ്പുളി മാറ്റി വെച്ചിട്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല കറി തന്നെയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചണം കേട്ടോ. ഉള്ളി കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5-6 ഉള്ളി എടുത്തിട്ട് വേഗം അരിഞ്ഞ് ഗ്യാസ് വെച്ചു കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ മുപ്പിച്ചെടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കറി സെറ്റായിട്ട്. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് പാത്രം കൂടി മോരെടുക്കാണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്രമൊക്കെ മോറി ജസ്റ്റ് ഒന്നോടെ ഒതുക്കി വെച്ചതിന് ശേഷം ചോറുണ്ട് കേട്ടോ. ഉച്ചതിൻ്റെ ആയിരുന്നു കേട്ടോ കറി വെച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഒരു 3 മീൻ എടുത്തിട്ട് വറുക്കാൻ വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ണാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ചോറ് ഉണ്ണണം.